നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദോഷം മാറ്റാനുള്ള പൂജയ്ക്കിടെ യുവതിയെ ബോധരഹിതയാക്കി പീഡിപ്പിച്ച അറബിക് മാന്ത്രികൻ അറസ്റ്റിൽ. പരിമിതികളോട് പൊരുതി കൃഷ്ണകിഷോർ നേടിയ വിജയത്തിന് തിളക്കമേറെ. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിൽ വേദാന്ത കൃതികളുടെയും ഗുരുദേവ കൃതികളുടെയും സംഗീതാവിഷ്കാരം നടത്തി. വാർത്തകൾ വിശദമായി. ദോഷം മാറ്റുവാനുള്ള പൂജയുടെ മറവിൽ യുവതിയെ പീഡിപ്പിച്ച അറബിക് ജ്യോതിഷൻ അന്തിക്കാട് പോലീസിന്റെ പിടിയിലായി. 45 വയസ്സുള്ള ഒറ്റപ്പാലം പാലക്കപ്പറമ്പിൽ യൂസഫ് അലിയാണ് അറസ്റ്റിലായത്. പഴുവിൽ അറബിക് ജ്യോതിഷം നടത്തിവരികയായിരുന്നു ഇയാൾ. തൃശൂരുള്ള യുവതിയുടെ ദോഷം മാറ്റാനുള്ള പൂജയ്ക്കിടെ ബോധം കെടുത്തുവാനുള്ള വസ്തു മണപ്പിച്ച് ബോധരഹിതയാക്കിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. പരിമിതികളോട് പൊരുതി കൃഷ്ണകിഷോർ നേടിയ വിജയത്തിന് തിളക്കമേറിയാണ്. മണലൂർ കമ്പനിപ്പടി സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ കിഷോറിന്റെയും വീട്ടമ്മയായ ഗ്രീഷ്മയുടെയും മകനായ കൃഷ്ണകിഷോറാണ് SSLC പരീക്ഷയിൽ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഉന്നത വിജയം നേടിയത്. ജന്മന സെറിബ്രൽ പാൾസി രോഗബാധിതനായ കൃഷ്ണകിഷോറിന് കൈക്കാലുകളുടെ ചലനശേഷി പരിമിതമാണ്. എന്നാൽ വീട്ടുകാരുടെയും അധ്യാപകരുടെയും അകമഴിഞ്ഞ പിന്തുണയിൽ 1 A+, 2 A, 2 B+, 3 C+ എന്നിവ നേടാൻ ഈ മിടുക്കനായി. ജനിച്ചപ്പോഴാണ് നമുക്ക് അറിയണത് അവൻ വൈകല്യമുള്ള കുട്ടിയാണ്, സെറിബ്രൽ പാൾസിയാണ് അവൻ്റെ അസുഖം എന്നുള്ളത്. അവന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവൻ സംസാരിക്കാണ്ടായപ്പോൾ ഡോക്ടറിനെ പറഞ്ഞു അവന് സ്കൂളിലേക്ക് വിടാൻ പറഞ്ഞു. അപ്പോൾ സ്കൂളിലേക്ക് വിട്ടാൽ തന്നെ അവന് ഇരിക്കാൻ പറ്റില്ല, മുന്നിലേക്കും ബാക്കിലേക്കും ഒക്കെ വീഴുന്നു. അപ്പോൾ പില്ലോ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ അവനെ ക്ലാസ്സിൽ ഇരുത്തിയിരുന്നത്. അപ്പോൾ അവനെ 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന ടീച്ചർ ജോളി എന്നാണ് ടീച്ചറായിരുന്നു. ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ ആ ടീച്ചർ സപ്പോർട്ട് ചെയ്ത് ആ കുട്ടികളൊക്കെ ആയിട്ട് ഇടപെട്ട് അവൻ കുറച്ചും കൂടി സംസാരിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് 2ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു ചെയർ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തു. ആ ചെയറിലിരുന്ന് പിന്നെ അവൻ ഓരോ കുട്ടികളും എന്താ ചെയ്യണമെന്നുള്ള രീതിയിലായി. പിന്നെ സംസാരങ്ങളായി. 3ലേക്ക് എത്തിയപ്പോഴേക്കും ആൾക്ക് ഡെസ്കിലേക്ക് ഇരിക്കണതായി, ഡെസ്കും ബെഞ്ചിലേക്ക് ഇരിക്കണതായി. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ സ്പീച്ചിന് കൊണ്ടുപോയി ഗീതു എന്ന് പറഞ്ഞൊരു മാഡം പുത്തമ്പളത്തിൻ്റെ അവിടെയാണ്. ആ ഗീതു അവനെ പഠിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ച് സ്പീച്ചും കൊടുത്ത് കാ മാത്രം കിട്ടില്ലായിരുന്നു അക്ഷരം. അങ്ങനെ കാ പറയാനായിട്ട് വായിൽ വിരൽ വെച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് ഗീതു വിരൽ വയ്ക്കുമ്പോൾ അവൻ വൊമിറ്റ് ചെയ്യും. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ ബസ്സിൽ വെച്ചിട്ട് അവൻ വായിൽ വിരൽ വെച്ചപ്പോൾ ഞാൻ കൈ എടുക്കാൻ പറഞ്ഞ് തട്ടിക്കളഞ്ഞു. അപ്പോൾ അവൻ കൂട്ടാക്കാണ്ട് പിന്നെയും വെച്ചിട്ട് ബസ് ഇറങ്ങിയ ശേഷം അവൻ പറഞ്ഞു അമ്മ കാക്കാന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ അപ്പം തന്നെ ഡോക്ടറെ വിളിച്ച് ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എല്ലാ ആവശ്യമുള്ള അക്ഷരങ്ങളൊക്കെ അവനോട് പറയിപ്പിച്ചു. പിന്നെ അവൻ അങ്ങോട്ട് എല്ലാതും നല്ല ഉഷാറായി തുടങ്ങി. പക്ഷെ നടക്കാൻ ആൾക്ക് ഇപ്പോഴും നമ്മൾ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ 1 തൊട്ട് 10 വരെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും ഫ്രണ്ട്സും അവന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ അമ്മ ഗ്രീഷ്മയുടെ തണലിലായിരുന്നു കൃഷ്ണയുടെ സ്കൂളിൽ പോക്കും പഠനവുമെല്ലാം. ഓരോ ക്ലാസ്സുകളിലെയും അധ്യാപകർ സ്നേഹം കൊണ്ടാണ് അവനെ പഠിപ്പിച്ചത്. 10ാം ക്ലാസ് അധ്യാപിക ശൈലജ് ടീച്ചർ നൽകിയ ഊർജവും പരിഗണനയും മികവാർന്ന വിജയത്തിന് പത്തരമാറ്റേകി. അന്തിക്കാട് കല്ലിട വഴിയിൽ പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റ് പുനർജനിയുടെ അന്തിക്കാട് യൂണിറ്റിലാണ് കൃഷ്ണകിഷോർ ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. മസിലുകൾ വലിഞ്ഞു മുറുകിയ നിലയിലാണ് ഇവിടെ എത്തിയത്. തുടർച്ചയായ ചികിത്സയിൽ മസിലുകൾ പതിവ് ചലനങ്ങൾക്ക് പ്രാപ്തമാവുകയും കഴുത്തുൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് സാധാരണ ചലനശേഷി കൈവരികയും ചെയ്തതായി അമ്മ ഗ്രീഷ്മ പറയുന്നു. കാലിൻ്റെ ഇടയിൽ ഒരു എല്ല് പോലെ വന്നപ്പോൾ പേടിച്ചിട്ട് ഞങ്ങൾ പ്രദോഷ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തി കാണാൻ വന്ന വ്യക്തി പറഞ്ഞു നമുക്ക് പുനർജനി എന്നൊരു ആൽഫ പാലിയേറ്റിൻ്റെ ഒരു ഇതുണ്ട്, അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടുപോയപ്പോൾ ഇവനെ ആദ്യം ജനിച്ച സമയത്ത് 1 വയസ്സ് ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത മാഡത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യം തെറാപ്പി ചെയ്യുന്ന സ്ഥലത്ത് ഒരു റൂമിൽ ഞാനും സാറും പേഷ്യൻസും പിന്നെ വേറൊരു പേഷ്യൻസും മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ സ്ട്രോക്ക് ബാധിതരാണ് മിക്കവരും. അപ്പോൾ അവർ തമാശയിലൂടെയാണ് അവിടെ ഫിസിയോതെറാപ്പി. അവിടെ ചെന്നപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരുമായിട്ട് തമാശയിലൂടെ എപ്പോഴും അവിടേക്ക് പോകണം എന്നാണ് ആൾ പറയുന്നത്. ഇപ്പോഴും അവിടുത്തെ ആ മാഡത്തിൻ്റെയും അവിടുത്തെ എല്ലാവരുടെയും സപ്പോർട്ടിൽ ആൾ എനിക്ക് എത്താൻ പറ്റും എന്നുള്ള ചിന്തയിലാണ്.
ഫിസിയോതെറാപ്പിസ്റ്റ് NV മായ നടത്തിയ ചികിത്സ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കൃഷ്ണകിഷോറിന് ഒരുപാട് സഹായിച്ചതായും അമ്മ പറഞ്ഞു. അർജുൻ കിഷോറാണ് സഹോദരൻ. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും വലപ്പാട് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ വലപ്പാട് പഞ്ചായത്തിലെ വാർഡ് 13 റാലിയും ബോധവൽക്കരണ ക്ലാസും നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ A. സുബൈർ നേതൃത്വം നൽകി. 12ാം വാർഡ് മെമ്പർ അനിത കാർത്തികേയൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് റാഫിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CS ഉണ്ണികൃഷ്ണൻ, KR ഗ്രീഷ്മ, നഴ്സുമാരായ CS സാധിര, EK സുജന, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ 104ാം പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് വേദാന്ത കൃതികളുടെയും ഗുരുദേവ കൃതികളുടെയും സംഗീതാവിഷ്കാരമായ ആധ്യാത്മിക ഗാനപ്രഭാഷണം നടന്നു. ആലപ്പി വിജയൻ അവതരണം നടത്തി. ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ലേക്കാട്ട്, സെക്രട്ടറി രതീഷ് കൂനത്ത്, ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്ട്, ട്രഷറർ ജയപ്രകാശ് പണ്ഡാരൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരു സാക്ഷാൽ ശ്രീ തളിക്കുളം GVHS സ്കൂളിൽ നിന്ന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ PTA-യും അധ്യാപകരും ജനപ്രതിനിധികളും അനുമോദിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 8 വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം നേടിയ 88 വിദ്യാർത്ഥികൾക്കും മധുരം നൽകി അനുമോദിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രിൻസ് മദൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക KV ഫാത്തിമ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആശ, VHSC പ്രിൻസിപ്പൽ TP ഷീജി, അധ്യാപകരായ KL മനോഹിത്, AL ജോളി, രാധാകൃഷ്ണൻ, KK വനജ, PC ജിൻസി, മാതൃസംഘം പ്രസിഡന്റ് വിനീത എന്നിവർ നേതൃത്വം നൽകി. SSLC എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയാണ്. അതിൽ ഉന്നത വിജയം നേടി നമ്മൾ ഏത് സ്കൂളിൽ അഡ്മിഷൻ എടുക്കും, ഏത് വിഷയത്തിന് അഡ്മിഷൻ എടുക്കും എന്നുള്ള തീരുമാനമെടുക്കുന്ന ഒരു വഴിത്തിരിവ്, നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയും. അത് കഴിഞ്ഞ് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുന്നവരുണ്ടാകും, VHSCയിൽ അഡ്മിഷൻ നേടുന്നവരുണ്ടാവും, അപൂർവമായിട്ട് പോളിടെക്നിക്കിൽ, അതുപോലെ ITIകളിൽ ഒക്കെ അഡ്മിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നവരുണ്ടാവും. അവിടെ ചെന്നാലും നമ്മളുടെ +2 വിദ്യാഭ്യാസത്തിന് ശേഷമാണ് നമ്മളുടെ ശരിയായ ഭാവി നിർണ്ണയിക്കുന്നത്. അവിടെ വെച്ച് നമ്മൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതും മറ്റൊരു ടേണിംഗ് പോയിന്റാണ്. കണ്ടശ്ശാങ്കടവ് പടിയം സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളിയിലെ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യനൂസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. കണ്ടശ്ശാങ്കടവ് സെയിന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്കും തുടർന്ന് കപ്പേളയിലേക്ക് വളപ്രദക്ഷിണവും ലതീഞ്ഞ്, നൊവേന, വചന സന്ദേശം, നേർച്ച ഭക്ഷണം എന്നിവ ഉണ്ടായി. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ആൽബിൻ ചൂണ്ടൽ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ജോസ് ചാലക്കൽ, ദേവാലയ ഭാരവാഹികളായ അരുൺ ആന്റണി, ജിൻഡോ ചാലിശ്ശേരി, ഡൊമിനിക് സാവിയോ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ
21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. We offer BCom taxation, BCom cooperation, BCom finance, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Mageet FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School. The joy of learning. ചേട്ടാ, ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. തിരികെ വാർത്തകളിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 4ാം വാർഡ് കമ്മിറ്റി CBSE +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷയായി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാനിഷ് K. രാമൻ, KSU ജില്ലാ സെക്രട്ടറി MV വൈഭവ് എന്നിവർ പ്രസംഗിച്ചു.
+2-നും 10ാം ക്ലാസ്സിലും ഫുൾ A+ നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിൻ്റെ അതുപോലെ +2-ൻ്റെയും കുട്ടികളെ ആദരിച്ചിരുന്നു. നമുക്കറിയാം നമ്മുടെ മക്കൾ കുറേ കഷ്ടപ്പെട്ട് പഠിച്ച് അവർ വിജയം നേടിക്കഴിഞ്ഞാൽ അത് ഒരു ആദരവിലുള്ള വലിപ്പമല്ല നമ്മൾ നോക്കേണ്ടത്, അവരെ ഒരു അംഗീകരിക്കലും കൂടിയാണ് നമ്മുടെ സമൂഹം ഇന്നിവിടെ നടത്തുന്നത്. നാടിനെ പകർത്തി തളിക്കുളത്ത് കുട്ടികൾക്കായുള്ള നാടക ശില്പശാല നടന്നു. തയ്യർ തിയാത്രോയുടെ ബാനറിൽ തളിക്കുളം കൈതക്കൽ SNK LP സ്കൂളിൽ വെച്ച് 4 ദിവസമായി നടന്നത്. സ്നേഹ ലിജി, NA സഫീർ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പ് ഡയറക്ടറായി ഷിഹാൻ എറവ്, പരിശീലകരായ അൻസാർ അബ്ബാസ്, ബൈജു സദാനന്ദൻ എന്നിവരുമുണ്ടായി. തയ്യർ തിയാത്രോ അംഗങ്ങളായ LS ശക്തി, ആരതി ശശി, KTD വിശാൽ, നെറിൻ ബൈജു എന്നിവർ നാടകങ്ങളുടെ സംവിധാന സഹായികളായി. ക്യാമ്പിൽ കുട്ടികൾ പങ്കുവച്ച ആശയം സ്വീകരിച്ച ഡയറക്ടർ ഗിഹാൻ ഇത് നമ്മുടെ നാട്, മാനിഫെസ്റ്റോപിയ, ലഹരിയൊരു പിശാജ് എന്നീ നാടകങ്ങൾ സംവിധാനം ചെയ്തു. സമാപനത്തോട് അനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സ് ചിത്രകാരൻ TM അസീസ് ഉദ്ഘാടനം ചെയ്തു. ICL അസിസ്റ്റന്റ് കോച്ച് പുരുഷോത്തമൻ, പ്രിയ പത്മരാജ്, PD ശൈലേഷ്, യഹിയ തളിക്കുളം എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സ്നേഹ ലിജി സംവിധാനം ചെയ്ത തൃശൂർ രംഗചേതന നാടക സംഘത്തിന്റെ പരേതന്റെ ആത്മാവ് നാടകം അരങ്ങേറി. കണ്ണൂരിൽ നടന്ന നൃത്ത സമന്വയം കലാഗൃഹം ആദിശങ്കര അന്താരാഷ്ട്ര ശാസ്ത്രീയ നൃത്ത മത്സരത്തിൽ എടമുട്ടം നാട്യേശ്വര കലാക്ഷേത്ര നിരവധി പുരസ്കാരങ്ങൾ നേടി. കുച്ചിപ്പുടിയിൽ നടനഭൂഷൺ പുരസ്കാരവും നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനവും നേടിയ നാട്യസുരഭി KJ ജിനേഷ് നാട്യേശ്വര കലാക്ഷേത്രം നടത്തിവരുന്നത്. എടമട്ടം കൊണ്ടിയാറ ജയസിംഗ് സീന ദമ്പതികളുടെ മകനാണ്. കുച്ചിപ്പുടിയിൽ സത്യഭാമ പുരസ്കാരവും നാടോടി നൃത്തം മോഹിനിയാട്ടം എന്നിവയിൽ 1ാം സ്ഥാനം ഹരിലക്ഷ്മി VR കരസ്ഥമാക്കി. എടമട്ടം വേളേക്കാട്ട് രാജേഷ്, ജിഷ രാജേഷ് എന്നിവരുടെ മകളാണ് ഹരിലക്ഷ്മി. പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസിന് പുതുനേതൃത്വം. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്ന ഫൊറോന തല സമ്മേളനത്തിലാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. പഴുവിൽ ഫൊറോന വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുറത്തൂർ ഇടവക വികാരി ഫാദർ ജോയ് മുരിങ്ങാത്തിരി അധ്യക്ഷനായി. AKCC പഴുവിൽ ഫൊറോന പ്രസിഡന്റ് ആൻഡോ തൊറയൻ പുത്തൻപീടിക, വൈസ് പ്രസിഡന്റ് പൈലി ആന്റണി പഴുവിൽ, വനിതാ വൈസ് പ്രസിഡന്റ് മേജി തോമസ് വലപ്പാട്, ജനറൽ സെക്രട്ടറി ഓസ്റ്റിൻ മാസ്റ്റർ പഴുവിൽ, ജോയിന്റ് സെക്രട്ടറി ജോബി തോമസ് പൂച്ചുണ്ണിപ്പാടം, വനിതാ ജോയിന്റ് സെക്രട്ടറി ജെസ്സി വർഗീസ് പുത്തൻപീടിക, ട്രഷറർ ജോസഫ് ബിജു ചെവ്വൂർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വടനപ്പള്ളി എക്സൈസ് ഓഫീസ് CI ബെന്നി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് MR സന്ധ്യ ആമുഖ പ്രസംഗം നടത്തി. പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അധ്യക്ഷയായി. അധ്യാപകരായ EB ഷൈജ, VG രശ്മി എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഞ്ചാവ്. ഇതായിരുന്നു ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന്. പിന്നെ മദ്യത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർക്ക് മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ മയക്കുമരുന്ന് ആരും ഉപയോഗിക്കുന്നില്ലായിരുന്നു. അത് എൻ്റെ ഒരു പരിചയം എന്ന് പറയുന്നത് കഞ്ചാവിനെ കുറിച്ച്, കഞ്ചാവ് മാത്രമേ എനിക്കറിയാം. ഈ കഞ്ചാവിനെ കുറിച്ച് എനിക്കുള്ള ഏക പരിചയം എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുമെന്ന് ഞങ്ങളാണ്. അപ്പോൾ നിങ്ങളതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വീട്ടിൽ നിന്ന് ലിസ്റ്റൊക്കെ തരും. നമ്മൾ വീട്ടിൽ ഓടിപ്പോയി ക്ലാസ് കഴിഞ്ഞ ഉടനെ 4 മണി കഴിഞ്ഞാൽ പുത്തൻപീടിക പുളിപ്പറമ്പിൽ കുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ഉത്സവം ആഘോഷിച്ചു.
രാവിലെ ഗണപതി ഹോമം, നടതുറപ്പ്, ഗുരുപൂജ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ നടന്നു. തുടർന്ന് പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ നവീകരണ കലശം, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. കരിപ്പായി സുനിൽ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശേഷം ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരുന്നു. DYFI മണലൂർ ഹൈസ്കൂൾ യൂണിറ്റ് SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് പുരസ്കാരങ്ങൾ നൽകി. മേഖലാ പ്രസിഡന്റ് അരുൺ ആനന്ദ്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ MT രാജൻ, VB സന്തോഷ് കുമാർ, ദേവനന്ദ, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദോഷം മാറ്റാനുള്ള പൂജയ്ക്കിടെ യുവതിയെ ബോധരഹിതയാക്കി പീഡിപ്പിച്ച അറബിക് മാന്ത്രികൻ അറസ്റ്റിൽ. പരിമിതികളോട് പൊരുതി കൃഷ്ണകിഷോർ നേടിയ വിജയത്തിന് തിളക്കമേറെ. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിൽ വേദാന്ത കൃതികളുടെ ഗുരുദേവ കൃതികളുടെയും സംഗീതാവിഷ്കാരം നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.